നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ GST അഡീഷണൽ കമ്മീഷണറെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദാന്വേഷണത്തിന് പോലീസ്. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയും സഹോദരിയും അമ്മയും. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. സഹോദരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം. നാടനമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടി. 5 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. അപകടം നീർക്കടവ് മുച്ചിരിയൻകാവിലെ ഉത്സവത്തിനിടെ. ഇസ്രായേലിലെ ടെലവീവിൽ 3 ബസ്സുകളിൽ സ്ഫോടനം. 2 ബസ്സുകളിലെ ബോംബുകൾ നിർവീര്യമാക്കി. നിർത്തിയിട്ട ബസ് ആയതിനാൽ ആളപായങ്ങളില്ല. സംഭവം ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി ഇസ്രായേൽ പോലീസ്. മസ്തകത്തിൽ മുറിവേറ്റ് ചികിത്സയ്ക്കായി അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മയക്കം വിട്ടുമാറിയെങ്കിലും ആന ക്ഷീണിതനാണ്. ആനയുടെ മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കും വ്യാപിക്കുന്നതായി ഡോക്ടർ. മസ്തകത്തിലെ മുറിവിലൂടെയാണ് ആന ശ്വാസം പുറത്തുവിടുന്നത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ പ്രയാസം നേരിടുന്ന ആനയ്ക്ക് അണുബാധ സാധ്യത കൂടുതലാണെന്നും ഡോക്ടർമാർ. സമരം തുടർന്ന് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമില്ലാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാർ. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടത്തുന്ന രാപ്പകൽ സമരം 12ാം ദിവസത്തിലേക്ക്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് വിമതർ CPIM-ൽ ചേരും. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ അടക്കമുള്ളവരാണ് ഇന്ന് CPIM-ൽ ചേരുക. വൈകിട്ട് കോട്ടൂളിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കശ്യപ് പട്ടേലിനെ FBI തലവനായി സെനറ്റ് തെരഞ്ഞെടുത്തു. നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തെ FBI തലവനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ട്രംപിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് കശ്യപ് പട്ടേൽ. ആദ്യ ട്രംപ് സർക്കാരിൽ നാഷണൽ ഇന്റലിജൻസ്, പ്രതിരോധ വകുപ്പ് എന്നിവയുടെ ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം. SFI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാന ഭാരവാഹികളെ ഇന്നറിയാം. സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് പകരം നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയെ കൊണ്ടുവരാനുള്ള നീക്കം ഒരു വിഭാഗം നടത്തുന്നു. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയെന്ന പരാതിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടുക്കിയിലെ ഉടുമ്പൻചോല അടക്കമുള്ള വിവിധ ഇടങ്ങളിലാണ് പാറ പൊട്ടിക്കലും ഖനനവും നടക്കുന്നത്. തൃശൂരിലെ ATM കവർച്ച കേസിലെ വെടിയേറ്റ പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കവർച്ചാ സംഘം രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട് വെച്ചുണ്ടായ എൻകൗണ്ടറിൽ കാലിന് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഹരിയാന സ്വദേശി അസറുദ്ദീനെയാണ് തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇടുക്കി കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളി. നെടുങ്കണ്ടത്തിന് സമീപം കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കിടക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 100-ലധികം ചാക്കുകളിലാണ് മാലിന്യമുള്ളത്. റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ഇവ നീക്കം ചെയ്യുന്നതിനോ ആരാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുന്നതിനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. വിസ്മൃതിയിലേക്ക് മറയുകയാണ് കാസർകോട്ടെ പുകയില പാടങ്ങൾ. സർക്കാരിന്റെ പുകയില ഉപയോഗ നിയന്ത്രണവും വിപണി കണ്ടെത്താനാവാത്തതുമാണ് കർഷകരെ പിന്നോട്ടടുപ്പിക്കുന്നത്. പുകയില കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കാം. വർക്കലയിൽ കേരള ജല അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി നാട്ടുകാർക്ക് ഭീഷണിയാകും. ജലസംഭരണിയുടെ ടാങ്ക് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്നാണ് പരാതി.
പരിഹാരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിക്കുകയാണെന്നും ആക്ഷേപം. പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പുഞ്ചനിലത്തിൽ 100 മേനി വിളയിച്ച് കർഷകർ. 22 ഏക്കർ തരിശു നിലത്താണ് നെല്ല് വിളഞ്ഞത്. ഏറെ വെല്ലുവിളികളെ അതിജീവിച്ച് വിളഞ്ഞ നെല്ലിന്റെ വിളവെടുപ്പ് കർഷകരും ഗ്രാമപഞ്ചായത്തും ആഘോഷമാണ്. വിള ഇൻഷുറൻസും പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസവും ലഭിക്കാതെ കർഷകർ. 2023 മുതലുള്ള പണം ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. കരകൃഷി നശിച്ച കർഷകർക്കുള്ള പണമാണ് ലഭിക്കാനുള്ളത്. സർക്കാർ വഴിപാട് പോലെ കണക്കുകൾ ശേഖരിക്കാറുണ്ടെങ്കിലും പണം ലഭിക്കാറില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 176 രൂപയുടെ സ്ഥാനത്ത് 10,176 രൂപയുടെ ചെക്ക് പാസാക്കിയതായി കണ്ടെത്തിയിരുന്നു. ഇടുക്കിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിൽ ജ്ഞാനശേഖറാണ് പോലീസിന്റെ പിടിയിലായത്. കഴുത്തിന് ഗുരുതരമായി വെട്ടേറ്റ ഇയാളുടെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് കഞ്ചാവ് വേട്ട. 45 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിലായി. അത്തിയറ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് ശേഖരിച്ചു വന്ന റഫീഖ് ഷാനവാസ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിലാണ് ഇവർ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് വൻ ചാരായ വേട്ട. വലിയമല സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്നും 149 ലിറ്റർ വാറ്റ് ചാരായവും 39 ലിറ്റർ വൈനും വെടിമരുന്നും കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. സംഭവത്തിൽ പ്രതി ഭജൻലാലിനെ റൂറൽ SP-യുടെ സ്പെഷ്യൽ ഡാൻസ് ഓഫ് ടീം പിടികൂടി. കാട്ടുപന്നി അവശിഷ്ടം കണ്ടെത്തിയത് വനം വകുപ്പും അന്വേഷിക്കും. കാസർഗോഡ് MDMA-യുമായി പിടിയിലായ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ചു. തളങ്കര സ്വദേശി സുലൈമാൻ റുഫായിയെയാണ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2021 ജൂലൈ മാസം 3-നാണ് തളങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപം വെച്ച് നിരോധിത മയക്കുമരുന്നായ MDMA-യുമായി പ്രതി പിടിയിലായത്. തൃശൂർ വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി സ്വദേശി അനിൽ, പെരിങ്ങൽകുത്ത് സ്വദേശി അമൽകൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുക്കാൻ പ്രതികൾ ശ്രമിച്ചത്. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഭാഷകൾക്ക് അതീതമായി മനുഷ്യർ ഒന്നു ചേരുന്ന ലോകത്ത് മാതൃഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. 1999 നവംബറിലാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ച ആവശ്യത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ജനവാസ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ സർപ്പയ്ക്ക് 4 വർഷം. ഈ കാലയളവിനുള്ളിൽ 48,000-ൽ പരം പാമ്പുകളെയാണ് സുരക്ഷിതമായി പിടികൂടി അനുയോജ്യ ഇടങ്ങളിൽ തുറന്നത്. ദുബൈയിലും ലാസ് വേഗാസിലും മായിക കാഴ്ചകളുടെ വിസ്മയം ഒരുക്കിയ സൂപ്പർ എക്സ്പോ അടൂരിലും. വടക്കേടത്തുകാവ് പഞ്ചായത്ത് ഓഫീസിന് സമീപം അമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ. മാർച്ച് 9 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 10 മണി വരെയാണ് പ്രവേശനം. അതിവേഗ വാർത്തകൾ തുടരും. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സർഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യയുടെ 2025-ലെ ബുക്കിംഗ് ആരംഭിച്ചതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ വഴിപാട്. 82 ദിവസത്തെ വഴിപാടിനായി ഇതിനോടകം തന്നെ 100 കണക്കിന് സദ്യ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസം പരമാവധി 15 സദ്യ വീതം നടത്താൻ സൗകര്യം. തിരുവനന്തപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബാലരാമപുരം കൊട്ടുക്കാൽ കോണം സ്വദേശി ഷിബുവിനെയാണ് പോലീസ് പിടികൂടിയത്. അന്തിയൂർ കോണം സ്വദേശി ബിജുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ്. ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
തൃശൂർ ആളൂരിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിൽ ആക്രമണം നടത്തിയ പ്രതി റിമാൻഡിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്തിൽ കുന്നേലിപ്പടിയിൽ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മുഹമ്മദ് ഷഹീനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ കൊടകര ഉളുമ്പത്ത് കുന്നിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഇന്നലെയാണ് പുതുക്കാട് ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 ബസ്സും ഒരു മിനി ലോറിയും അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലയിൽ കാപ്പ നിയമം ലംഘിച്ച് പ്രവേശിച്ച പ്രതി പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി മാടക്കത്തറ സ്വദേശി ദേവനാഥാണ് അറസ്റ്റിലായത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് കള്ളുഷാപ്പിലിരുന്ന് ബിയർ കഴിക്കുന്നത് ചോദ്യം ചെയ്ത ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഗുരുതരമായി പരിക്കേറ്റ ഷാപ്പ് ജീവനക്കാരൻ ചികിത്സയിൽ. ഇച്ചി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വസതി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് കളക്ടർ. പ്രഭാകരന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ വനം വകുപ്പിനോട് ശുപാർശ ചെയ്തു. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ ഉന്നതാധികാരി സമിതിയായ മുഷാവറയിൽ നിന്നും മുസ്തഫൽ വൈസിയെ പുറത്താക്കിയ നടപടി പിൻവലി. അടുത്ത മുഷാവറ യോഗമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം കൈക്കൊള്ളുക. കോഴിക്കോട് നടന്ന സമസ്ത ലീഗ് നേതാക്കളുടെ കൂടിക്കാഴ്ചയിലാണ് എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ തീരുമാനിച്ചത്. കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ അധ്യാപിക അലീന ബെന്നിയുടെ നിയമനത്തിന് സർക്കാരിന്റെ അംഗീകാരമില്ല. അലീന ബെന്നിയുടെ നിയമന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. നിയമന നടപടി ഉത്തരവിലെ റിപ്പോർട്ട് AEO സർക്കാരിന് കൈമാറി. തൃശൂർ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടി. 5 പേരെയാണ് പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നതിനിടെ വരാന്തയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത്. സനീഷ് മോൻ, പ്രകാശൻ, രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം പത്തനാപുരത്ത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജമാഅത്ത് ഫെഡറേഷൻ, ലജ്നത്തുൽ മുഅല്ലിമീൻ യുവജന ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കിണറ്റിൽ വീണ പുലിയെ പുറത്തെത്തിച്ചു. പുലയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. മയക്കുവെടി വെക്കാതെയാണ് പുലിയെ കൂട്ടിൽ കയറ്റിയത്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷം കാട്ടിനുള്ളിലേക്ക് വിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് പെൺകൂട്ടായ്മ. പാലക്കാട് മുതുതല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി. മുതുതല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ 12 അംഗങ്ങളുടെ അരങ്ങേറ്റം ആവേശകരമായി. 5 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തൃശൂർ എടപ്പാൾ സ്വദേശിനി ബിന്ദു. നെല്ല് മുതൽ ശർക്കരക്കിഴങ്ങ് വരെ ബിന്ദുവിന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയും. പാട്ടത്തിനടുത്ത 5 ഏക്കറിലേറെ സ്ഥലത്താണ് ബിന്ദുവിന്റെ നെൽകൃഷി. ക്ഷീര കാർഷിക മേഖലയിലും സജീവമാണ്. വിപണിയിലെ VIP ആയി ചക്ക. ചക്കകൾക്ക് വിപണിയിൽ പ്രിയമേറിയതോടെ 500 രൂപയ്ക്ക് മുകളിലാണ് വില. വരിക്ക ഇനത്തിൽപ്പെട്ട ചക്കകൾ അടക്കം കടൽ കടക്കാൻ തുടങ്ങിയതോടെയാണ് വിലയും കുതിച്ചുയരാൻ തുടങ്ങി. തൃശൂർ പാടൂരിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജാസിമിന്റെ കരവിരുതിൽ നിർമ്മിച്ചത് ഇരുനില ഭവനം. ജാസിം ഹൗസ് എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഇപ്രാവശ്യം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ജാബിർ മാഷിനാണ് വീട് സമർപ്പിക്കുന്നത്. ആലപ്പുഴ എടത്വയിൽ പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പുഞ്ചനിലത്തിൽ 100 മേനി വിളയിച്ച് കർഷകർ. 4 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യ കൊയ്ത്തുത്സവം നടന്നു. 22 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ കർഷകരായ ബിജു ഡേവിഡിന്റെ നേതൃത്വത്തിൽ സമീപ പാടശേഖര കർഷകരുടെയും തൊഴിലാളികളുടെയും പരിശ്രമത്തിലാണ് കൃഷി ആരംഭിച്ചത്.
തൃശൂർ നെല്ലങ്കരയിൽ മരപ്പണിയിൽ വിസ്മയങ്ങൾ തീർത്തിരുന്ന സുഭ്രന് കൈത്താങ്ങായി INC കൂട്ടായ്മ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ നേരിടുന്ന ആരോരും തുണയില്ലാത്ത സുഭ്രന് പ്രാഥമിക ശുശ്രൂഷകളും ഭക്ഷണ സൗകര്യങ്ങളും ആശുപത്രി ചികിത്സാ സഹായങ്ങളും ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്തിലെ ഒതവഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MLA KT ജലീൽ നിർവഹിച്ചു. ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം 22-ന് കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കും. യൂണിയന്റെ നേതൃത്വം NK പ്രേമചന്ദ്രൻ MP ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി UTUCയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതിന്റെ മുന്നോടിയായാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. തൃശൂർ പാവറട്ടിയിലെ ബുഷിഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷന്റെ 36ാം വാർഷികം 22-ന് നടക്കും. പൊതുസമ്മേളനം വൈകിട്ട് 3-ന് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ആലപ്പുഴയിൽ സവാകോ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. കലാകാരന്മാരുടെ ജീവത്തായ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. പാലക്കാട് പട്ടഞ്ചേരിയിൽ സംസ്ഥാന കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ നിവേദ കൃഷ്ണനെ അനുമോദിച്ചു. ജൂനിയർ വിഭാഗത്തിൽ 100-200 മീറ്റർ അത്ലറ്റിക് വിഭാഗങ്ങളിലാണ് നിവേദ ഇരട്ട സ്വർണം നേടിയത്. പഞ്ചായത്ത് 4ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ അനുമോദനം DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ സമ്മാനദാനം നൽകി ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ 2024-25 മത്സ്യസമ്പത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം BM കായലോരത്ത് മത്സ്യകൃഷിക്ക് തുടക്കമായി. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാറഞ്ചേരി സ്വദേശി അരവിന്ദന്റെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമായി. തൃശൂർ മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭൂനികുതി വർധനവിനെതിരെ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ദേവികുളം സബ് ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കായുള്ള പരിശീലന പരിപാടിക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 ദിവസത്തെ വനിതാ സംരംഭകത്വ വികസന പരിപാടിയാണ് നടത്തുന്നത്. 24 മുതൽ മാർച്ച് 1 വരെ എറണാകുളം കളമശ്ശേരിയിലുള്ള കിഡ് ക്യാമ്പസിലാണ് പരിപാടി. ചെങ്ങന്നൂരിൽ മികച്ച ജനസേവനത്തിനുള്ള അംഗീകാരമായി ആല വില്ലേജ് ഓഫീസിന് റവന്യൂ അവാർഡ്. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡാണ് ലഭിച്ചത്. നാട്ടുകാർക്ക് ചെയ്ത നല്ല സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അവാർഡിനെ കാണുന്നതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. തൃശൂർ പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. പെരുവല്ലൂർ സ്കൂളിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്ര അമ്പാടി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ല ധനേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പുതിയ കെട്ടിട സമുച്ചയം 21-ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2.2 കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. തടവിൽ മരിച്ച 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറി. ആദ്യമായാണ് ഹമാസ് മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത്. 2 കുട്ടികളുടെ മൃതദേഹങ്ങളും ഉൾപ്പെടും. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. ചൈനയിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറവ്. 2024-ൽ രാജ്യത്തുണ്ടായത് 20% കുറവ്. സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ പ്രതിബന്ധങ്ങൾ മൂലം വിവാഹ ചെലവ് താങ്ങാനാവാതെ വരുന്നതും ചൈനീസ് ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് 2024-നെ ശുഭകരമായി കാണാത്തതുമാണ് വിവാഹങ്ങൾ കുറയുന്നതിന് കാരണം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. സെലൻസ്കി വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം തന്നെ നഷ്ടമാകുമെന്നും ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകി. ട്രംപ് റഷ്യൻ നുണകളിലാണ് ജീവിക്കുന്നതെന്ന സെലൻസ്കിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളി. ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് 9ാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. നേരത്തെ കീഴ്ക്കോടതി തള്ളിയ വിധിക്കെതിരെയാണ് വൈറ്റ് ഹൗസ് അപ്പീൽ കോടതിയെ സമീപിച്ചത്. സുനിത വില്യംസിന്റെയും ബുഷ് വിൽമോറിന്റെയും മടക്കയാത്രയിലെ അനിശ്ചിതത്വം അവസാനിക്കുന്നു. മാർച്ച് 12-ന് വിക്ഷേപിക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യപേടകത്തിലാകും മടക്കം.